അങ്ങനെ കാത്തിരുന്ന് 10th പ്രിലിംസിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നു അല്ലേ. ഫസ്റ്റും സെക്കൻഡും സ്റ്റേജ് നടക്കുന്നവർക്കാണ് വന്നിട്ടുള്ളത്. 3rd 4th നടക്കുന്നവർക്ക് August 1 എക്സാം നടക്കുക. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇനി 1 വീക്ക് കൂടിയാണുള്ളത്. 1 വീക്ക് ഇല്ല, ഒരു 5-4 ദിവസം. അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ എങ്ങനെ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളൊന്നും പഠിച്ചിട്ടുണ്ട് മീൻസ് കുറേ ബ്രേക്കൊക്കെ വന്ന് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, എന്താ പഠിച്ചതെന്ന് തന്നെ അറിയില്ല. അങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് ഈ ഒരു 3-4 ദിവസം കൊണ്ട് എങ്ങനെയൊക്കെ ഒന്ന് എല്ലാം കവർ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു 10th പ്രിലിംസാണ്. 10th പ്രിലിംസ് എന്ന് പറയുമ്പം മാക്സിമം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അല്ലാത്തതും 1-2 ഉണ്ടാകും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. അതെല്ലാവർക്കും ചിലപ്പോൾ ടഫായിരിക്കും, അറ്റൻഡ് ചെയ്യുന്നവരും ഉണ്ടാകും. അത് വിട്ട് കളയാം. നമുക്ക് ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ ഒന്നും കിട്ടണ്ട. ജസ്റ്റ് ആ ഒരു ലിസ്റ്റിൽ നമുക്ക് കയറി പറ്റിയാൽ മതി. അതായത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി എന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് കിടക്കണം. ആ ലിസ്റ്റിൽ എവിടെ പെട്ടാലും കുഴപ്പമില്ല. ഇതൊരു ക്വാളിഫിക്കേഷൻ എക്സാമാണ്. നമുക്ക് ആ എക്സാം എഴുതാനുള്ള യോഗ്യത ടെസ്റ്റാണ് ഈ ഒരു പ്രിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എക്സാമിൻ്റെ തലേന്ന് അതുവരെ എന്തൊക്കെയോ പഠിച്ച് ഉഴപ്പി നടന്നിട്ട് എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദിവസം മുന്നേ ഒരു മാരക പഠിത്തം പഠിക്കില്ലേ, ഒരു വല്ലാത്തൊരു പഠിത്തം. ആ ഒരു സ്ട്രാറ്റജി നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഏത് ദിവസമാണ് ഈ വീഡിയോ കാണുന്നത് എനിക്കറിയില്ല. വേണമെങ്കിൽ എക്സാമിന് 1-2 ദിവസം മുന്നേ ആയിരിക്കും വേണമെങ്കിൽ കാണുന്നുണ്ടാവാം. അപ്പോൾ എത്ര ദിവസമായാലും നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 1 ദിവസമാണോ 2 ദിവസമാണോ 3 ദിവസമാണോ അത് മാറ്ററല്ല. പക്ഷേ നമ്മൾ പണ്ട് പഠിച്ചതുപോലെ ആ ഒരു ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് സിലബസ് മൊത്തം കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ കുറച്ച് ടോപ്പിക്ക് അതെന്തായാലും നിങ്ങൾ കവർ ചെയ്യണം. അതിൻ്റെ കൂടെ മാക്സിമം PYQ, പിന്നെ യൂട്യൂബിൽ ചില ഓൺലൈൻ ക്ലാസ്സുകൾ, അതായത് സൈലം, എൻട്രി, ഇപ്പോൾ ട്രിക് ടേൺ, ഇവരൊക്കെ ഓൺലൈൻ മാരത്തോൺ നടത്തും. അതായത് 10th പ്രിലിംസ് മാരത്തോൺ. അപ്പോൾ ഈ ടീച്ചേഴ്സിന് അറിയായിരിക്കും ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു ഐഡിയ, നമ്മളെക്കാളും ഐഡിയ ഉണ്ടാവുമല്ലോ. അത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അത് അവർ പറയുന്നത് പഠിക്കുക, നോട്ട്സ് എഴുതുക, പഠിക്കുക, റിവിഷൻ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന ഈ കുറച്ച് ടോപ്പിക്സും ഉറപ്പായിട്ട് നോക്കുക. ഓക്കെ, നമ്മളെക്കൊണ്ട് ഇത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി വരുന്ന ഈ ഒരു സമയം കൊണ്ട് മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന എഫേർട്ട് ഇട്ടിട്ട് പഠിക്കാം. ഇങ്ങനെ പഠിച്ചാൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നല്ല, നമ്മൾ എഫേർട്ട് ഇടുക, അത്ര തന്നെ. വെറുതെ എക്സാമിന് മുന്നേ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അയ്യോ ഞാനൊന്നും പഠിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ പഠിക്കണ്ടേ, ഇനി ഇത് പഠിച്ചാൽ വരുമോ അത് പഠിച്ചാൽ വരുമോ എന്ന് ആലോചിച്ച് സമയം കളയുന്നതിനേക്കാളും ബെറ്ററാണ് നമ്മളെക്കൊണ്ട് പറ്റുന്നത് പഠിക്കുന്നത്. ബാക്കി റിസൾട്ട് അവിടെ വെച്ചേക്ക്, നമ്മളെ കൊണ്ട് പറ്റുന്നത് പഠിച്ചിട്ട് പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കറണ്ട് അഫെയർസിൽ മെയിനായിട്ട് നമ്മുടെ മന്ത്രിസഭ ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് പോകണം. പിന്നെ അവാർഡുകൾ, സിനിമ, സംസ്ഥാനം, സ്റ്റേറ്റ് അവാർഡ്സ്, ദേശീയ അവാർഡ്സ്, അങ്ങനെയുള്ള അവാർഡ്സ് നോക്കണം. പിന്നെ ഈ പത്മ അവാർഡ് നോക്കണം. ഈ സ്പോർട്സിൻ്റെ വേദി, പിന്നെ ഈ ദിവസം, തീം, അങ്ങനെ വരില്ലേ, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ്. ഞാൻ മുഴുവൻ പഠിക്കാനല്ല പറയുന്നത്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പഠിക്കാം. ജസ്റ്റ് ബഡ്ജറ്റ് നോക്കുക, പിന്നെ സൂചികകൾ നോക്കുക, പിന്നെ ബ്രിക്സിൻ്റെ വേദി ഉണ്ടല്ലോ അത് നോക്കുക, പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, ഇത്രയും കറണ്ട് അഫെയർസിൽ നോക്കുക. അതിൻ്റെ കൂടെ സാഹിത്യ അവാർഡുകൾ കൂടെ നോക്കണം. ഇത് മസ്റ്റായിട്ട് കറണ്ട് അഫെയർസ് നോക്കണം. പിന്നെ കറണ്ട് അഫെയർസിനെ ബേസ് ചെയ്തിട്ടുള്ള മാരത്തോൺ വീഡിയോസ് കാണുക, PYQ പറ്റുമെങ്കിൽ കാണാം. അതേപോലെ ജോഗ്രഫിയിൽ നിങ്ങൾ ഓൾറെഡി SCERT ചാപ്റ്റേഴ്സ് പഠിച്ചവരാണെങ്കിൽ അത് റിവിഷൻ ചെയ്യാം. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ജോഗ്രഫീനെ ബേസ് ചെയ്തിട്ടുള്ള കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫീനെ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള PYQ മാരത്തോൺ, ഇത് എല്ലാ സബ്ജക്റ്റിലും അത് തന്നെ കാണാം. ഹിസ്റ്ററിയിലും. പക്ഷേ ഹിസ്റ്ററിയിൽ ഞാൻ പറയാം, നമ്മുടെ 10th ക്ലാസ്സിലെ 6ാമത്തെ 7ാമത്തെയും ചാപ്റ്റർ മസ്റ്റായിട്ട് നോക്കണം, ഉറപ്പായിട്ടും. അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അതെന്തായാലും നോക്കണം. അതിൻ്റെ കൂടെ ഈ പറയുന്ന പോലെ PYQ നോക്കുക, മാരത്തോൺ വീഡിയോസ് കാണാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക അവകാശങ്ങളും മൗലിക കടമകളും, ഈ ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം, ഇത് ടോപ്പിക്കായിട്ട് തന്നെ നോക്കുക. ബാക്കി PYQ നോക്കുക. SCERTൻ്റെ ഷോർട്ടായിട്ടുള്ള ക്ലാസ്സൊക്കെ യൂട്യൂബിലുണ്ടാവും, അത് നോക്കുക.
പിന്നെ സയൻസിൽ SCERT ചാപ്റ്റേഴ്സ് പറയാമെന്ന് വെച്ചാൽ അത് ഒരുപാടുണ്ട്. അത് ഈ 3-4 ദിവസം കൊണ്ട് കവർ ചെയ്യാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് സയൻസിൻ്റെ PYQും മാരത്തോണും അതിൻ്റെ കൂടെ SCERTയുടെ ഷോർട്ടായിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലാസ്സുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ യൂട്യൂബിൽ കിട്ടും. അപ്പോൾ അത് നോക്കുക. പിന്നെ മാത്സിൻ്റെ നമ്മുടെ സിലബസ് വെച്ചിട്ട് തന്നെ അതിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച നോട്ട്സ് തന്നെ പഠിക്കുക. ഈ ഓൾറെഡി പഠിച്ചവരുണ്ടല്ലോ, മാക്സിമം നമ്മൾ പഠിച്ച നോട്ട് തന്നെ റിവൈസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഒട്ടും പഠിക്കാത്തവരുടെ അടുത്താണ് ഞാൻ ഈ പറയുന്നത്. കുറേ ബ്രേക്കൊക്കെ വന്നവരുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ട് നോക്കണം, ഇതിൽ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ളത് അവിടെ വെച്ചേക്ക്. പഠിക്കാത്ത കാര്യത്തിനെ പറ്റി ആലോചിച്ച് ഉള്ളതും കൂടെ നെഗറ്റീവ് ആക്കി വെക്കല്. പിന്നെ അതിൻ്റെ കൂടെ കേരള ജോഗ്രഫിയിലെ നദികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, പിന്നെ ഈ ജലവൈദ്യുത പദ്ധതികളുണ്ടല്ലോ, അത് മസ്റ്റായിട്ട് നോക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചതിൻ്റെ ഷോർട്ട് നോട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മാത്രം നോക്കുക. മൊത്തം ടോപ്പിക്ക് പഠിച്ച് ടൈം ഇല്ല നമുക്ക്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഓരോ കമ്മീഷൻ്റെ ചെയർമാൻ ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പോൾ DRDOയുടെ ചെയർമാൻ, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ, അതുപോലുള്ള ഓരോ പൊസിഷനിൽ ഓരോ സ്ഥാനം വഹിക്കുന്നവരുടെ പേര് അത് ഉറപ്പായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോകണം. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ സയൻസിൽ ഈ അയിരുകളും ധാതുക്കളും എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഹൈഡ്രജനും ഓക്സിജനും, ഈ 2 കാര്യങ്ങൾ ടോപ്പിക്കായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേൾക്കുമ്പോൾ കുറേ ഉള്ളതായിട്ട് തോന്നുമെങ്കിലും സംഭവം കുറച്ചേ ഉള്ളൂ. വെറുതെ ഒന്നും പഠിക്കാതെ അയ്യോ ഇനി എത്ര ദിവസമല്ലേ ഉള്ളൂ എന്ന് ആലോചിച്ച് സമയം കളയുന്നതിനേക്കാളും ബെറ്ററാണ് ഉള്ള സമയം കൊണ്ട് നമുക്ക് പറ്റുന്നത് പോലെ മാക്സിമം പഠിച്ചിട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നോക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് നമുക്ക് ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ വേണ്ട, എക്സാം പാസ്സായാൽ മതി. 10th പ്രിലിംസ് ആണെന്നുള്ള ആ ഒരു ലോജിക്ക് വെച്ചിട്ട് തന്നെ പഠിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം നോക്കിയിട്ട് പോവുക. അതായത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തെറ്റിക്കാണ്ടിരിക്കാൻ നോക്കുക. ചിലപ്പം കോമൺ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും, അതെല്ലാവരും ശരിയാക്കും, നമ്മൾ തെറ്റിക്കും. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കും കിട്ടാത്ത ആ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടണം, അത് ശരിയാക്കണം എന്നാണ്. പക്ഷെ നമുക്ക് മാർക്ക് പോകുന്നത് ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തെറ്റിക്കുമ്പോഴാണ്. അപ്പോൾ ആ മിസ്റ്റേക്ക് വരാണ്ടിരിക്കുക. അപ്പോൾ ഓൾറെഡി എല്ലാം പഠിച്ച് സെറ്റായി റിവിഷൻ ചെയ്യുന്നവരെ മാക്സിമം റിവിഷനിൽ തന്നെ ഫോക്കസ് ചെയ്യാം. അല്ലാതെ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നോക്കുക. എന്നിട്ട് റിലാക്സ് ആയിട്ട് എക്സാമിന് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരിക. എല്ലാവരും എക്സാം പോയിട്ട് നന്നായിട്ട് എഴുതിയിട്ട് വാ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.